ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ലേ കണ്ട വിചാരിക്കുക ഇതെന്താ മാങ്ങയല്ലേ എന്ന്. ഇത് സാധാരണ മാങ്ങയല്ല കേട്ടോ, നാട്ടുമാങ്ങ. ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാൻ സാധ്യതയില്ല. ഇതെന്തിനു ഉപയോഗിക്കുന്നതെന്ന് കേട്ടാൽ കൂടുതലും പുളിശ്ശേരിക്ക് വെക്കാനാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഈ മാങ്ങ എവിടെ കിട്ടുമെന്ന്. ഇവിടെ ഒന്നുമില്ല. ഇപ്പം എന്താ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒരു മഴ പെയ്താൽ ഇത് ചറപറാന്ന് മൂട്ടി വീഴും കേട്ടോ. അങ്ങനെ കിട്ടുന്ന നാട്ടുമാങ്ങയാണ് ഇത്. കാണുമ്പോൾ പച്ചയെന്ന് തോന്നും, ഇത് പച്ചയല്ല കേട്ടോ, നല്ല പഴുത്തു മുഴുത്ത ഒരു മാങ്ങയാണ്. ഇത് എങ്ങനെ കഴിക്കുന്നതെന്ന് കേട്ടാൽ, ഇത് നമുക്ക് തൊലി ഇങ്ങനെ ചെത്തിയിട്ട് കഴിക്കാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ ഇതാ കണ്ട, ഇങ്ങനെ ഇവിടുന്ന് തൊലി ഇതുപോലെ എടുത്ത്, നല്ല നാരാണ്, പക്ഷെ നാരൊന്നും കണക്കാക്കണ്ട, നല്ല മധുരമാണ്. ഇതിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ മുഴുവനോട് പുളിശ്ശേരിക്ക് ഇടും. അമ്മോ എന്ത് മധുരം എന്നാ, നല്ല ടേസ്റ്റ്. നാരൊന്നും ഒരു പ്രശ്നമല്ല, നല്ല ചാറാണിതിൽ. ഇതങ്ങ് പുളിശ്ശേരി വെച്ചാലേ ചോറിന് വേറെ ഒരു കൂട്ടാനും വേണ്ട. ഇതിപ്പം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 2 ദിവസം മാത്രമേ ഇരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇത് ഇരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ, ഇതിനെ ഉപ്പിലിട്ട് വയ്ക്കും. നാട്ടുമാങ്ങയിൽ ഏറ്റവും വലിപ്പമുള്ള സൈസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലും ചെറിയ മാങ്ങയുണ്ട്, അത് ഇതിനേക്കാൾ നല്ല പുളിയും മധുരവും നല്ല മണവുമായിരിക്കും. ഒരു മഴ പെയ്യുമ്പോൾ തന്നെ എല്ലാം അങ്ങ് മൂട്ടിൽ വീഴും കേട്ടോ. അന്നേരം തന്നെ എടുത്ത് പുളിശ്ശേരി വെക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. വടക്കൻ ജില്ലയിലാണ് ഈ മാങ്ങ കൂടുതലും കാണാറ്. ഇത് ഇട്ട് വയ്ക്കാനുള്ള ഭരണിയില്ല, അപ്പോൾ ഒരു ഭരണി വാങ്ങാൻ പോവുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ദിവസം കൊണ്ട് തന്നെ എടുത്ത് തീർക്കണം, അല്ലെങ്കിൽ ആ മാങ്ങയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലും അതിൽ നിന്ന് എടുത്ത് പുളിശ്ശേരിയൊക്കെ വെക്കാം. അപ്പോൾ ഭരണി വാങ്ങാൻ വന്നിട്ടുള്ളത് ബാലരാമപുരത്തെ വഴിമുക്കിലാണ്. വഴിമുക്കിലെ തക്യാപ്പള്ളിക്ക് എതിർവശത്തായി ഒരു വലിയ മൺപാത്ര കടയുണ്ട് കേട്ടോ. അവിടെ എല്ലാം കിട്ടും. നമ്മൾ ഭരണിയൊക്കെ വളരെ വിലക്കുറവിൽ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. 250 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം 2 കിലോ മാങ്ങ വരെ ഇടാനുള്ള ഭരണിയൊക്കെ ഇവിടെ കിട്ടും. ഇതെല്ലാം മണ്ണിൽ നിർമ്മിച്ച ശില്പങ്ങളാണ് കേട്ടോ. കണ്ടാൽ തന്നെ വിശ്വസിക്കാൻ പറ്റുമോ എത്ര നല്ല ഫിനിഷിങ്ങിലാണ് ഈ പ്രതിമകളൊക്കെ മണ്ണിൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന്. ഇതെല്ലാം വളരെ മിതമായ റേറ്റിനാണ് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഭരണിയും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി. ഇനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ ഈ മാങ്ങയെല്ലാം കഴുകിയെടുക്കുക. അങ്ങനെ മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ മുൻഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഉപ്പൊക്കെ ഇതിലൊന്ന് പിടിക്കുവാൻ വേണ്ടിയിട്ടാണ്. സമയം കഴിയും തോറും ഇത് പെട്ടെന്ന് പഴുത്ത് ഉലഞ്ഞു പോകും. അതിനു മുന്നേ ഞങ്ങൾ പെട്ടെന്ന് ഉപ്പിലിടാനാണ് നോക്കുന്നത്. ഏകദേശം പകുതിയും നല്ലതുപോലെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിലിടാനുള്ള വെള്ളം ഇങ്ങനെ തിളപ്പിക്കുകയാണ്. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമ്മുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് പച്ചമുളക് ഇതുപോലെ കീറി അതിലോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. തിളപ്പിച്ച് ആറിയതിന് ശേഷമാണ് ഈ വെള്ളം മാങ്ങയിലോട്ട് ഒഴിക്കുന്നത്. അങ്ങനെ എല്ലാ മാങ്ങയും ഭരണിയിലോട്ട് ഇതുപോലെ അടുക്കി വയ്ക്കുകയാണ്. ലാസ്റ്റ് ഈ വെള്ളം അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ഭരണി അങ്ങ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മോഷണം നടക്കാൻ സാധ്യത ഉള്ളതിനാൽ ഞാൻ മാങ്ങ എണ്ണിയാണ് വെച്ചിരിക്കുന്നത്. കള്ളന്മാർ കപ്പലിൽ തന്നെയുണ്ട്. പാകമായതിനു ശേഷം മാത്രമേ ഇനി ഭരണിയിൽ കൈവയ്ക്കാവൂ എന്ന് മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്രത്തോളം മാങ്ങ ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഒരു പിടിയുമില്ല. ബാക്കി ഉണ്ടായിരുന്ന മാങ്ങയെ ഇന്ന് അങ്ങോട്ട് മാമ്പഴ പുളിശ്ശേരി വെച്ചു. ഇവിടെ മാമ്പഴ പുളിശ്ശേരി വെച്ചാൽ ഒരു നേരം ചോറ് കഴിക്കുന്നവർ 3 നേരം വന്നിരുന്ന ആഹാരം കഴിക്കും. അങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരിയുടെ സൂത്രം. ഈ കറി ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ മറ്റു കൂട്ടാനൊന്നും വേണ്ട. ഈ മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോൾ ഞാൻ കുറച്ച് തൈര് ചേർക്കാറുണ്ട്. കാരണം ഈ മാമ്പഴത്തിന് പുളി ഒട്ടും തന്നെ ഇല്ല. ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത്. ഈ നാട്ടുമാങ്ങ കിട്ടിയില്ലെങ്കിലും പുളിശ്ശേരിക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് നല്ല മധുരമുള്ള മാങ്ങ നോക്കി വാങ്ങാറുണ്ട്. എന്നാൽ ഈ നാട്ടുമാങ്ങയുടെ ടേസ്റ്റ് ആ പുളിശ്ശേരിക്ക് കാണില്ല. ഈ മാങ്ങ ആ കറിയിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ഒരു മണം സ്പ്രെഡ് ചെയ്യും. ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് ഈ കറി തന്നെ ധാരാളം. അപ്പോൾ ഇങ്ങനെയുള്ള മാങ്ങ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പുളിശ്ശേരിയൊക്കെ വെച്ച് നോക്കുക കേട്ടോ.